പിന്നെ ഇവന്റ് മാനേജ്മെന്റില് പയ്യനെ കൂടെ ഒന്ന് വിളിക്കണേ പാപ്പാ. അപ്പൊ ലവിയല്ലേ? ഞാൻ വണ്ടി ലോക്ക് ചെയ്തിട്ട് ഇവന്മാര് കൊമ്പനെ എടുത്തോണ്ട് പോകും. ഗൈസ് ഞാൻ പെട്ടെന്ന് ഇന്നലെ TJ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലേ ചുമ്മാ കൊമ്പന്റെ പേരിട്ട, ചുമ്മാ വായ വന്ന് അന്നേരം പറഞ്ഞേ ഉള്ളൂ. TJ കളിയാക്കാൻ അവരെ ട്രിഗർ ചെയ്യാനോ അല്ല ഞാൻ കൊമ്പന്റെ പേരിട്ടേക്കുന്ന കേട്ടാ, പറഞ്ഞേക്കാം. അമ്മ ഇവൻ ഷാർക്കിന്റെ തീറ്റ എന്താ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ ഓടി കഴിഞ്ഞ വെള്ളത്തിന് അനക്കം തട്ടിയിട്ട് ഷാർക്ക് അങ്ങനെയല്ല, നമ്മളിത് സമാധാനം ഈ ഭൂമിക്കടിയിൽ ഇതിന്റെ അടിയിൽ ഫുൾ ഷാർക്കിനെ വളർത്താൻ പോവാണ്. നമ്മൾ ഓടി സൗണ്ട് കൊടുക്കരുത്. ഞാൻ നടക്കുന്ന വേണ്ടിയില്ലേ, ഇളക്കല്ലാണ്ട് നടക്കണല്ലേ? അധികം ഇളക്കില്ലാതെ നടക്കണം മള്ളി. എന്നെ പോലെ നിനക്ക് കുറച്ച് ഗാങ്സ്റ്റർ വാക്കിട്ടൊക്കെ ഉണ്ടാന്നെങ്കിൽ ഇളക്കല്ലാണ്ട് അധികം ഇളക്കല്ലാണ്ട് നടക്കാൻ പറ്റും. എന്തോ മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട്, എന്തോ മനസ്സിൽ ഇതിലെ പയ്യനെ ഒന്ന് വിളിച്ചേക്കണേ. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബംഗാൾ എല്ലാവർക്കും സുഖമല്ലേ മള്ളി? അങ്ങനെ സുഖമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല മള്ളി, അവിടെ ഇപ്പം ഭയങ്കര പാടാണ്. അതല്ലേ ഞാൻ തിരിച്ചു വന്നത്. എന്റെ ഫാമിലിയുള്ളവർക്കൊക്കെ ഡെങ്കു ഇപ്പൊ, അപ്പൊ അതുകൊണ്ടാണ് വന്നത്. ആണോ? മാസ്ക് വെച്ചേക്ക മള്ളി. കുഴപ്പമൊന്നുമില്ല. എനിക്ക് വന്നിട്ട് മള്ളി മാസ്ക് വെച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല. എന്റെ വല്യമ്മ മരിച്ചുള്ളൂ കഴിഞ്ഞ ആഴ്ച. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് നിനക്ക് പണ്ടൊന്ന് കൊറോണ വന്നതേ. അയ്യോ, അതൊക്കെ ഒരു സമയമല്ലേ മള്ളി? സത്യോടാ, നമുക്ക് ഈ പനിയൊക്കെ പെട്ടെന്ന് വരും. നമ്മള് ചിലപ്പോ പെട്ടെന്ന് വിചാരിക്കും ജിമ്മിലൊക്കെ റെഗുലർ ഭയങ്കര ഇമ്മ്യൂണിറ്റി ആയിരിക്കും ജിമ്മിലൊക്കെ റെഗുലർ പോണവർക്ക്. അവർക്ക് അങ്ങനെ പെട്ടെന്ന് പനിയൊന്നും പിടിക്കൂല. പനിയൊന്നും വരുന്നില്ല, പക്ഷെ സൗണ്ട് പോവും, തൊണ്ട പോവല്ലേ. അതെ അതെ, പനിയൊന്നും വന്നില്ല അവിടെ ആർക്കും. ഒരു 3 ദിവസം സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ആ ഏരിയ കൂടെ ജസ്റ്റ് മിസ്സാനായിട്ട് വന്നിട്ട് പോയത്. നമ്മള് സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഗ്യാങ് പണിയുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എടുത്ത് ഗ്യാങ് വെക്കും. അതിനുശേഷം ജീവിതത്തിൽ നമ്മൾ അതൊന്നും ഉപയോഗിക്കില്ല. ഈ ട്രെയിനിങ് പോയിന്റ് ഒക്കെ നമ്മളെക്കാട്ടിൽ വലിയൊരു തോക്ക് ഇവിടെ ആരെ ഊമ്പാനാണ് ഇവിടെ വെച്ചേക്കണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. സത്യം 5 പേര് വേണം അത് എടുക്കാൻ. സത്യം, അത് എടുക്ക 5 പേര് വേണം. ട്രിഗർ വലിക്കാൻ ഒരു 10 പേര് വേണം. എപ്പോഴെങ്കിലും നമ്മളെ യോട്ടിനകത്തോ വല്ല പോയിട്ടുണ്ടോ? യോട്ടിൽ പോയിട്ടില്ല. ഒരിക്കൽ പോലെ വെടിവെച്ചില്ല അങ്ങോട്ടൊന്നും ഇതുവരെ. ചന്ദ്ര, നീ വെറുതെ ആളെ കൊല്ലല്ലേ ചന്ദ്ര. അപ്പുറത്തെ രാജ്യത്തോട്ടൊക്കെ പോണേ കപ്പല് കയറുമല്ലോ, അതിനെ വെച്ചുള്ളത് നമ്മള്. അതെ, സൗണ്ടൊക്കെ പറഞ്ഞേ. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് എന്തോ പന്തിയേട് തോന്നുന്നുണ്ട്. എന്റെ അച്ഛൻ നോക്ക താഴെ സൗണ്ട് കേൾക്കണമെന്ന്. അണ്ണനാണ് ശബ്ദം ഉണ്ടാക്കുന്നത് കൂടുതലും. കേട്ടാ എന്താടാ എന്റെ തന്തേ ബാബുവിന്റെ എന്റെ തന്ത അടിയിലിരുന്ന് മറ്റേ ഇത് വെച്ച് നോക്കും സൗണ്ട് കേൾക്കണ ഇല്ലേന്ന്. അറിയാലോടാ, എന്തോ ഹോൾസെയിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെയാണ് മനസ്സിലായിട്ടോ. ആരോ ഊമ്പിയ വേണ്ടിട്ട് ബോംബ് വെച്ചിട്ടുണ്ട് അടിയിൽ. 2 ചാട്ടം കൂടുതൽ അടിയെ പൊട്ടിത്തെറിച്ച് തീരും. ഇവിടെ നിന്ന് ചൂണ്ടിടാൻ പറ്റൂലേ? മണ്ണെണ്ണയാ? ഇങ്ങോട്ട് വന്നേ. ചാപ്റ്റർ 2 റിലീസ് ചെയ്യണ്ടേ? ചാപ്റ്റർ 2 റിലീസ് ചെയ്യണം. പോയിന്റൊക്കെ എന്താ വില എന്നറിയോ? എന്നത്തേക്ക് റെഡിയാവും? പോയിന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മനസ്സിലായ? എന്ത് പോയിന്റ്? ഏയുടെ മറ്റേ സാധനം മേടിക്കണം, മനസ്സിലായ? നീ കഴിഞ്ഞ മെസ്സേജ് പറടാ. പുതിയ ഫോട്ടോ എങ്ങനെയുണ്ട് ബാബു? ഒരു സെക്കൻഡ് വരുന്നേ. എല്ലാ പേജും നോക്കിക്കോട്ടെ. അവിടെ എന്താ, അവിടെ ആട്ടം കുറച്ച് കൂടുതലാണ്. പക്ഷെ നീ ഇപ്പഴും 90s കേട്ടാ. പണ്ടത്തെ പോലെ ജട്ടിക്ക് താഴെ പാന്റൊക്കെ ഇട്ട്. ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു പോണത്. കാലം കൂടെ ഒക്കെ പിടിച്ച് കളർ പാന്റ്, ലോ വേസ്റ്റ്. ആ കാലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലോ വേസ്റ്റ് കളർ പാന്റ് ഒക്കെ ഇറങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കളർ പാന്റ് ഒരു സമയത്ത് കാലം കൂടെ ട്രെൻഡ് ആയിരുന്നു, അറിയോ? മറ്റേ വലിയ കൊടയില്ലേ, കൊട പിടിച്ചു പോവാ. ഞാൻ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. പിങ്ക് കളർ പാന്റും ചുമന്ന ഉടുപ്പും കൺമഷി. അയ്യോ, ആലോചിക്കാൻ പോലും വയ്യ.
ഓർമ്മിപ്പിക്കുന്നു. വാസൻ അത് സാർക്കൊക്കെ ആദ്യം കൊണ്ടുപോകും. അപ്പൊ എല്ലാരും മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. ഇത് പുതിയ തുടക്കമാണ്. ശരിക്കും പറഞ്ഞാ ഇത് ഇന്നും ഇന്നലെയും അല്ല, മുരളി ഒരുപാട് നാൾക്ക് മുന്നേ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇത് നടക്കാൻ പോകുന്നത്. ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു, 100 തവണ ചിന്തിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോ ഈ കാര്യം മുരളിയുടെ കൈകൊണ്ട് തന്നെ നമ്മുടെ ഈ പുതിയൊരു സംരംഭത്തിന്റെ ആരംഭം തുടങ്ങുന്നതായിരിക്കും. മുരളി, ഞാനിപ്പോ ഒരു സാധനം തരാം, ഇത് നേരെ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി വെള്ളത്തിലോട്ട്. ഓക്കെ, അടുത്തോട്ട് വരാവോ? ബാക്കി എല്ലാരും നീങ്ങിക്കാവോ? മുരളി അടുത്തോട്ട് വരാവോ? നമ്മളെല്ലാരും തൊഴണോ? എല്ലാരും ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കിട്ടിയായിരുന്നോ മുരളി? 20 gram മീറ്റ് ബോക്സ്. ആ, അതൊന്ന് യൂസ് ചെയ്യാവോ? യൂസ് അല്ല, സ്ലോട്ട് വെക്കണേ. നമ്മുടെ ഒരു സെക്കൻഡ് ഇൻ കേസ് മീനുകൾ വന്നാലേ നമുക്കൊരു പ്രൊക്കഷൻ എന്ന രീതിയിലേ അല്ല പിടിക്കുന്ന സാധനം അത് മീൻ വന്നു കഴിഞ്ഞാൽ കറക്കി എടുക്കാൻ അന്ന് വേണമെങ്കിൽ എന്റെ കൈ പിടിച്ചിരുന്നോ? കഴിഞ്ഞു. ഇനി അധികം വെച്ച് താമസിപ്പിക്കരുത്. മറ്റേ എയിം ചെയ്തോ, നേരെ നോക്കി എയിം ചെയ്തിട്ട് മേളോട്ട് നോക്കിട്ട് ഒറ്റ എറിഞ്ഞു. ഫയർ ബട്ടൺ. ഏതാ മള്ളി? ഏതാ എന്താ സംഭവിച്ചേ? അല്ല, സംഭവിച്ചില്ല. മള്ളി, ഇപ്പൊ നടന്നത് സത്യം പറയലോ, മള്ളി ഇതുപോലൊരു ഹാപ്പി ആയ മൊമെന്റ് ഇതുവരെയും ഈ ഇടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മള്ളിയുടെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ്, മള്ളി പല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പലതും ചെയ്തു തരാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുറെ നാൾ കേസാണ് മുരളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഉള്ളാരും പറയല്ലോ മള്ളി. നമുക്ക് ഇന്നലെ മള്ളിക്ക് ഓർമ്മയില്ല എന്നതായിരുന്നു ഒന്നും. എനിക്ക് സന്തോഷമായിട്ട് തോന്നിയില്ല. എടാ, ഇന്നലെ നടന്ന എന്റെ വീഡിയോ വന്നിട്ട് കൊടുത്തേ മള്ളിക്കൊന്ന്. മള്ളി എറിഞ്ഞെടുത്തോട്ട് തന്നെ നോക്കോ. സ്ക്രീൻ അണ്ണ അവിടെ സ്ക്രീൻ ഇത് വെള്ളത്തിൽ സ്ക്രീൻ. ഓക്കെ, ഹലോ ഓർമ്മയില്ല? അതല്ല എന്താ ബാബു ഇത്ര സ്നേഹം? മുരളി ഈയിടെ ഭയങ്കര ക്ഷീണിച്ചു മുരളി. ഇതിനെ കുറിച്ച് നോക്കിയേ, ക്ഷീണവും മാറും, പല ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റും. മയക്കി കിടത്തി. ഡോക്ടർ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്റെ മുരളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കറക്റ്റ് ചെയ്തേക്കണേ. അത് നമുക്ക് സെറ്റ് ആക്കാന്നേ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിനായിട്ടും കുറച്ചുകൂടി കൂടുതലുണ്ട്. അപ്പൊ ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. നമ്മളെ പറ്റി സ്റ്റിച്ച് പൊട്ടും. അണ്ണന്റെ അണ്ടി പാനിക്കാവരുത്. ചിൽ മള്ളി ചിൽ. ഓടിയാ ചാവും, ഓടിയ സ്റ്റിച്ച് പൊട്ടിച്ചാവും. അതാണ് ഓടരുതെന്ന് പറഞ്ഞത്. ചീഫാണ് മള്ളി. എല്ലാം ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് മള്ളി. മൊത്തം ഉണ്ടായിരുന്ന 2.5 1.5 പോയിട്ടുള്ളൂ. ഒന്നിപ്പോഴും മള്ളിയുടെ കൈ തന്നെ ഉണ്ട്.
ഇളകല്ല അണ്ണാ. മുള്ളി നടക്കില്ല, അധികം ആടല്ലേ. മീന് കൊത്തി അണ്ടിയാണാ. ഇല്ല ചന്ദ്രു, അത് നല്ല ദൂരോട്ട് എറിഞ്ഞെടുക്ക. മുള്ളി പതുക്കെ ഒന്ന് ഗ്യാങ് ഹൗസിലോട്ട് വരാവോ നടന്ന്? ചന്ദ്രു മുള്ളി കുറച്ച് റെസ്റ്റിന് വേണ്ടി ഒന്ന് കെടുത്തിയേക്കണം. ഒന്ന് വന്നേ. എടുത്താ എടുത്തോ മുള്ളി എടുത്തോടാ. അപ്പുകൂട്ടം ഒന്ന് എടുത്തോ. ഈ അടിക്കണ്ട. അല്ല ഇനി തട്ടാതെ കൊണ്ടുപോവാ. എടാ അതിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലേ ഞാൻ എന്റെ സ്ഥാനം വെട്ടി കടലെറിയെന്ന് പറഞ്ഞത്. അല്ല മുള്ളി പലതവണ പറഞ്ഞു. മിനിഞ്ഞാന്ന് മുള്ളി പറയുന്ന പോലെ ഞാൻ കേട്ടായിരുന്നു ഈ കേസ്. എടാ അത് ഞാൻ അതിനും ഭേദം തന്നെ പറയണത്. കഴിഞ്ഞ ദിവസം ചന്ദ്രനെ ആരോ ലീഡർ ആക്കാൻ പറഞ്ഞു. അതിലും ഭേദം സാധനം വെട്ടി കടലെറിയുന്നതാണെന്ന് ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ നോക്കിയപ്പോഴേ മുള്ളി എപ്പോഴും ഇത് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ച മുള്ളിലേക്ക് ഇതൊരു ഭാരമാണെന്നാണോ എനിക്ക് പെട്ടെന്ന് തോന്നി. അങ്ങനെ മുള്ളിലേക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അതാ പിന്നെ ഞാൻ ഇതൊക്കെ ഉണ്ടായിട്ട് തന്നെ പെണ്ണ് കിട്ടുന്നില്ല ബാബു. ടെൻഷൻ ആവണ്ട. ഡോക്ടർ വരും, കാണാൻ ഡോക്ടർ വരും. മുള്ളിയെ കുറച്ചു നേരം ഒന്ന് കിടത്തിയിരിക്കുന്ന റൂമിൽ, അത്രേ ഉള്ളൂ. മാറുന്നില്ല അണ്ണന്റെ അണ്ടി പോലും. എന്നെ മുള്ളിലെ ആണ് പറഞ്ഞ പോലെ ചെയ്യൂടാ. ആണാണെന്ന് പറഞ്ഞ് പറഞ്ഞു നടക്കാൻ പറ്റില്ല. കുറച്ചു നേരം ഞാൻ സഹകരിച്ചു കൊടുക്കുവേ വീട്ടിലെത്തട്ടെ. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ എല്ലാം ചെയ്തിട്ടില്ല. അപ്പുകൂട്ട അടിച്ചു കറക്കും കേട്ടാ ഞാൻ ഈ അടുത്ത്. അണ്ണനെ പറ്റി ഇത് എടേ ഞാൻ കാര്യം പറയുന്നത്, നമ്മ എല്ലായിടത്തും ഇത് നമ്മളെ വിട്ട് വേറെ ഇത് അറിയരുത്. ഈ നമ്മുടെ വീട്ടിന്റെ വെളിയിൽ ഈ ന്യൂസ് പോരുതേ. അത് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതൊരാണ് വാക്ക് വലിച്ചതായിട്ട് കൂട്ടിയാ മതി. അപ്പൊ ഞാൻ ലീഡർ ആവല്ലേ? അന്നല്ലേ പറഞ്ഞേ വെട്ടിയറിയണ. കുറച്ചേരം നിനക്ക് മുള്ളിലേക്ക് ഓടാൻ പറ്റില്ലെന്നല്ലോ. മുള്ളി ഓടിയ എനിക്കറിയില്ല. ക്യാരക്ടർ നല്ലത്, ഇതിലും നല്ലത്. നീ ഒരു സാധനം പോയാണെന്ന് എനിക്ക് മനസ്സിലായി വെള്ളത്തിൽ ചാടിയപ്പോ. ഏത് റൂമ്? അത് വാസ്തവം എടുത്ത് കൊടുക്കല്ലേ. ആരമോല്ല സാധനമോ. അണ്ണാ അധികം സംസാരിക്കില്ല അണ്ണാ. വായിക്കാൻ പറ്റില്ല. ബാബു മേലോട്ടാണോ? ബ്രിജുവിന്റെ അണ്ടി. ന്യൂസ് പോലെ ഇല്ല ഇനി പുറത്തോട്ട് ആരും ഇതേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു ഇച്ചിരി ഞാൻ ഒരു ചെറിയ രീതിയിലാണ് വെട്ടിയെടുക്കാൻ പറയാം. ഡോക്ടർ ഇച്ചിരി കൂടുതൽ വെട്ടിയെന്നേ ഉള്ളൂ. എന്നാലും മുള്ളിയിൽ ഇപ്പോഴും സാധനം ബാക്കിക്കൊണ്ടാ. മുള്ളി റെസ്റ്റ് എടുത്താൽ മാറും. മള്ളി ഒന്ന് കരുതിയേ. കട്ടിലോട്ട് മുള്ളി ഒന്ന് ടെൻഷൻ ആവില്ല. 28 വർഷമായിട്ട് അതിന് അത്ര വളർച്ച ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ പ്രായത്തിലൊക്കെ എങ്ങനെ തിരിച്ചു കളിക്കുമെന്നാണ്. സ്ലീപ്പ് മറ്റേ നേരെ കിടക്കുന്നതാണേ. അപ്പൊ ഏതായിരുന്നു വാസുമനെ പറഞ്ഞുതരാം. മാറിയടാ വാസുമൻ. അതിന് റൈറ്റ് സൈഡിലുള്ള കൺട്രോൾ ബട്ടൺ ഇല്ല, അതൊന്ന് ഞെക്കി. കൺട്രോൾ ബട്ടണോ? അത് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡില്. റൈറ്റ് സൈഡിൽ എനിക്ക് കൺട്രോൾ ബട്ടൺ ഇല്ല പാപ്പ. ഇത് 60%. ഞാൻ കിടക്കുന്നുണ്ട്. അങ്ങനെയല്ല മറ്റേ തിരിഞ്ഞു കിടക്കണം. അങ്ങനെ ഈ മന്ദാരം കിടക്കുന്ന പോലെ ഒന്ന് കിടക്കാം. പറഞ്ഞു മള്ളിക്ക് എങ്ങനെയാന്ന്. ഇതെന്താ മള്ളി ഇപ്പൊ വിസിറ്റേഴ്സ് ഒക്കെ വരുമോ? ആരും സാധനം കാണണ്ട. കാണാനായിട്ട് എലിയൊക്കെ പോരും. അതിലെങ്കിലും മറ്റേ സൺബാത്ത് ഇട്ടാ മതി. അങ്ങനെ എടുക്കല്ലേ. സൺബാത്ത് ഏതെങ്കിലും ഇട്ടാണ് വേറെ മള്ളി വേദനിക്കും. ബം സ്ലീപ്പ് അടിച്ചേ. ബം സ്ലീപ്പ് എന്താ? BUMB സ്ലീപ്പ്. അതല്ല 5 മള്ളി. അതാണ് കറക്റ്റ്. തിരിഞ്ഞു നോക്കിട്ടെ, ഇങ്ങോട്ട് നോക്കി നമ്മളെ നോക്കി നിൽക്കും, നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കും. എന്നിട്ട് നമ്മളെ അധികം നേരം നിരത്തല്ലേ, ബ്ലീഡിങ് ഉണ്ടാവും.
തുണിക്കകത്ത് എന്താ ഉള്ള ഫാനാണ് എന്തിനത് അതിന്റെ അകത്ത് ഫാന് AC കൂളിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അയ്യോ ഇത് അത് നേരെ തിരിച്ച് മള്ളി ഓപ്പോസിറ്റ് നോക്കി നടക്കണം. അത് സെയിം സാധനം തന്നെ, ഓപ്പോസിറ്റ് നോക്കിട്ട്. അങ്ങോട്ട് നോക്കി ശരി വായിലായിരുന്ന സാധനം ഉണ്ട്. അതാണ് നേരെ സംസാരിക്കലെന്ന് പറഞ്ഞു. അല്ലല്ല ആ തുണി നേരെ ഇട്ട് കൊടുത്ത ആരാണെങ്കിലും തുണി കുറച്ച് കീഴിലിറക്കണം. വേണ്ട വേണ്ട ഇത് ആരാ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു എനിക്ക്. ദൈവങ്ങളുടെ കളികളെ. ഇനിയിപ്പോ എന്റെ ബാബു വാസവണ്ണ ഈ ഒരു അവസ്ഥ ഇനിയിപ്പോ എങ്ങനെടാ? നല്ല വേദന ഉണ്ടടാ. മള്ളിയില്ല, നല്ല ഹൈ ഡോസിൽ ഇതടിച്ചിട്ടുണ്ട് മള്ളി, പെയിൻ കില്ലര്. അപ്പൊ എന്റെ കല്യാണം നടത്തല്ലേ ബാബു? വാസവണ്ണ ഇനിയിപ്പോ എങ്ങനെടാ ഈ ഒരു അവസ്ഥയില്? അണ്ണാ മള്ളി ബാബു മള്ളിയല്ല, ഞാൻ ശരിക്കും ചോദിക്കട്ടെ, മള്ളി ശരിക്കും പറഞ്ഞ ഹാപ്പിയാണോ വിഷമാണോ? ഇത് ഞാൻ വിചാരിച്ചു മള്ളിയുടെ ഒരു വാക്ക് പാലിക്കുമ്പോ മള്ളി ഹാപ്പി. ബാബു നീ എന്ത് ദ്രോഹമാണ് എന്നോട് ചെയ്തത്? ഞാൻ കുറച്ചു ദിവസം ലേറ്റ് നൈറ്റ് ഒക്കെ ആക്റ്റീവ് ആയി ഒരു പെണ്ണിനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലല്ലായിരുന്നോ ഞാൻ? അല്ല മള്ളി, ഞാൻ പറഞ്ഞില്ലേ മൊത്തം 4 2.5 ഡോക്ടർ പറഞ്ഞു. എനിക്ക് എത്രയും കറക്റ്റ് ആണ് ഓർമ്മയില്ല. എന്തായാലും 1 ഇഞ്ച് ഡോക്ടർ എടുത്തിട്ടുള്ളൂ. ബാക്കി ബാക്കി മള്ളിയിൽ ഉണ്ട് ഇപ്പോഴും. എനിക്ക് ഒട്ട് നോക്കിട്ട് ഒന്നും ഫീൽ പോലും ചെയ്യണില്ല. മള്ളി ഇത് മരവിച്ചിരിക്കുന്നതാണ്. മരവിച്ചിരിക്കാനായിരിക്കും. അതെ അതെ അതെ. മുറിയണ്ടി ഈ മുറിയണ്ടി എന്തിന്? അപ്പൊ മുരളിക്ക് ആ 20 ഗ്രാം മീറ്റ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ എറിഞ്ഞത്? ഇല്ല 20 ഗ്രാമോ? 20 ഗ്രാം ഇത് അറിയാതാണോ ബാബു ഞാൻ പറഞ്ഞ നേരത്തെ കാറിലിരുന്ന്? എടാ ഇന്നൊരു വാറ വന്നാ ഞാൻ എന്ത് ചെയ്യൂടാ? അന്നെ ഒന്നും ചെയ്യണ്ട, നമ്മളില്ലാണോ ഇവിടെ? കുഴപ്പമില്ല, വണ്ടി ഇരുന്നിട്ട് കളിക്കാണ്. അന്ന് റെസ്റ്റ് എടുത്തോ? അതെ അപ്പാപ്പൊക്കെ നിക്കല്ലേ? അപ്പാപ്പനൊക്കെ നിക്കാരും മള്ളി എല്ലാവരും. ഹൈഡ്രോജൻ ബലൂണിലെ സാധനം പൊക്കുന്ന അപ്പാപ്പ വരെ ഈ മൊമെന്റിൽ എന്റെ അടുത്ത് ഡയലോഗ് അടിക്കണേ. മള്ളി ഇത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല മള്ളി. നമ്മളിപ്പം മള്ളി ഇത് ആലോചിച്ച് നോക്കിയേ, നമ്മള് പല പരീക്ഷ ഒരു പെൻസിലിട്ട് എഴുതി, അതിന്റെ മൂർച്ച കൂടിയ കുറഞ്ഞു പോയി നമ്മൾ ഉറപ്പായിട്ടും ചെത്തി മൂർച്ച കൂട്ടില്ലേ മള്ളി? അതുപോലെ വിചാരിച്ചാ മതി. കുറെ നാൾ ഉപയോഗിക്കാതിരുന്ന് ഇത് നമ്മൾ ഒന്നുകൂടെ മൂർച്ച കൂട്ടി. നിന്റെ മൂർച്ച കൂടി തരട്ടെ ഞാനാ? മൂർച്ച കൂട്ടറാ ഇതെന്തിന്? ഇത് കിളിച്ചു വരും തോന്നുന്നുണ്ടോ നിനക്കിത്? അതെ എടാ ബാബു, ബർഗർ അണ്ണനെ കാണാൻ വരുന്ന ആൾക്കാരിക്കേ ബർഗറും അത് ഞാൻ കാറ്ററിംഗിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓൾറെഡി. തമാശയായിട്ട് എടുക്കണേ. ഇത് നിങ്ങൾ വേറെ റിലീജിയനും ഇതുമായിട്ടൊന്നും മിക്സ് ചെയ്യരുത് കേട്ടാ. സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണേ. അവനാണെങ്കിൽ ചിലപ്പോ ഊതിത്തരാം. ബാബു കാണാനുള്ളവരോടൊക്കെ കാണാൻ വരാൻ പറ ബാബു. പറഞ്ഞു വേറെ ആരും അറിയണ്ടേ? എലി മാത്രമാണ് എന്റെ അടുത്ത് മെയിൻ ആയിട്ട് വിളിച്ചു എലി വരുന്നുണ്ടോ? ബാബു ഇങ്ങോട്ട് വിളിക്കല്ലേ ബാബു അവളെ. അല്ല അത് കൊഴപ്പില്ല. ഈ ഒരു അവസ്ഥയിൽ അടനെ കാണണമെങ്കിൽ ഇത് ഇനിയിപ്പൊ എലിക്ക് ഇനിയിപ്പൊ പറ്റത്തുള്ളൂ. നിന്നോട് ഞാനൊരു ഹിന്റ് പറയാൻ പറഞ്ഞപ്പോ അത് സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോഴേ ഞാനിത് മനസ്സിൽ കാണണ്ടായിരുന്നു കേട്ടാ. കാണാൻ വരുന്നോട് എന്ത് പറയും? ഒരു കാര്യം ഓർമ്മയുണ്ടോ? ഡോക്ടറിന് കൊടുക്കാവുള്ളൂ എന്നിട്ട് കൂടെ ഇതിന്റെ മുലലിയല്ലേ എനിക്ക് തന്നത്? അതാണല്ലേ നീ പൈസ വേണോന്ന് പറഞ്ഞത്. ആ ഇത് അപ്പൊ ഇത് കേൾക്കണം. ഡോക്ടറിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തത് മുലളി, രാത്രി ആംബുലൻസിൽ കയറി വന്നത് മുലളി ബോധമില്ലാതെ, രാവിലെ വന്നിട്ട് സാമാനം എടുത്ത് കടലിറങ്ങിയത് മുലളി. ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ശരിയല്ലേ വാസുവിന്? സത്യം. അപ്പൊ നിങ്ങളും വാസുവിന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വാസുവിന് ഒന്നും ഓർമ്മയില്ല അപ്പൊ എത്ര വട്ടം ചോദിച്ചേ? ഓർമ്മയില്ലേ വാസുവിന്റെ മറന്നുപോയോ? രാവിലെ ഉണ്ടായിരുന്നല്ലോ. വിസിറ്റേഴ്സ് ആരെങ്കിലും വരുവാണെങ്കിൽ എനിക്കൊരു സർജറി കഴിഞ്ഞിട്ട് കിടക്കുവാന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഓ ഇല്ല ഇത് കാര്യം ഉണ്ടെന്ന് പറയുന്നില്ല. കാര്യം പറയുന്നില്ല എന്തായാലും. അത് നമ്മള് തൊടയിൽ ഉറുമ്പൊടിച്ചെന്ന് വല്ലതും പറയാൻ വേണ്ടി കുറച്ചു നേരം ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ബ്ലീഡിങ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുകളിലേക്ക് പഴയ പോലെ ആക്റ്റീവ് ആവും, കണ്ണടിച്ച് വെടിവെക്കാം. അല്ല ഈ അത് മറ്റേ ആക്ടിവിറ്റി അതെ എല്ലാം എന്താ ചാറ്റിൽ ചില്ലാവുക നിങ്ങൾ? എന്റെ പൊന്നോ അപ്പൊ കുഴപ്പമില്ല. ചില്ലാവുക നിങ്ങൾ ആ ഒരു സെൻസിലെടുക്കുക ഇത്. കാവടി തുള്ളി വന്നതാണ് സ്റ്റോറിയൊക്കെ ഇട്ട്. ഞാൻ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കഷ്ടപ്പെട്ടു.
മുള്ളി ഞാൻ ഒരു കാര്യം പറയട്ടെ, മുള്ളി പറഞ്ഞില്ലേ 2022 പറഞ്ഞത്, അത് ഇതല്ല, ഇത് 2024 എന്നോട് ഞാൻ പറഞ്ഞില്ലേ, അവിടെ വെച്ച് മുള്ളി ഒരിക്കൽ പറഞ്ഞിരുന്നു. ആ സീനിലെ ഡയലോഗ് മുള്ളി നേരത്തെ കേട്ടത്. മനസ്സിലായി. മുള്ളിക്ക് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കടാ. ഇനി കിടന്നോണ്ട് എല്ലാരും ഇങ്ങനെ വട്ടത്തിരുന്ന് പറഞ്ഞ മുള്ളിക്ക് അസുഖം മാറുമോ? എടാ എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കുന്നത്? എന്തായാലും വരേണ്ടത് വന്നു. എന്തോ ജസ്റ്റ് മിനിറ്റ് കണ്ണി കൊള്ളാനുള്ളത് പിരികത്ത് കൊണ്ടുപോയി. കൃഷ്ണമണി കൃഷ്ണമണി കൊണ്ടിട്ട് പോയി. കൃഷ്ണമണി കണ്ടായിരുന്നല്ലേ എന്തൊക്കെ അണ്ണാ കഞ്ഞി എടുക്കട്ടെ. കഞ്ഞിയാണല്ലോ നമ്മളെന്തോ ബാബു എന്തൊക്കെ കൊടുക്കാണ്. റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങള് ഇതിൽ ഫണ്ണായിട്ട് തോന്നുന്നില്ല. ശരി, ഇൻഫെക്ഷൻ വേണ്ട വേണ്ട, ഇനി ബാക്കി എന്റെ പൊന്നോ, മുള്ളിയൊക്കെ കാര്യം പറയട്ടെ. എനിക്കിപ്പോ മനസ്സിലായി. ഇതിനു മുമ്പ് നമ്മൾ ഒരു ദിവസം പറ എണീറ്റോ, ഇത് എന്റെ അപ്പാപ്പന്റെ വക ഒരു പ്രാങ്കായിരുന്നു. സാധനം സേഫാണ്. ബാത്റൂമിലൊക്കെ പോയി നോക്കിട്ടെ. ഒരു മിനിറ്റ്, ഞാനൊന്ന് ബാത്റൂമിൽ കയറിക്കോട്ടെ. അവിടെ ബാത്റൂമാണോ? എന്തേലും ഒന്ന് അയച്ചു തന്നേ ബാബു. എന്തേലും മൊബൈൽ അയച്ചേക്കാം. അണ്ണ കാണാവോ? കണ്ണാടി ഉണ്ടോ അണ്ണകത്ത്? ഒരു സെക്കൻഡ്, ഞാനിപ്പോ വരാവേ. ഒരു നിമിഷം ഒന്ന് ഷോക്ക് ആയില്ലേ മുള്ളി? ഒരു മിനിറ്റ്. അണ്ണാ കിട്ടി. ഓ, വർക്കിംഗ്. അയ്യോ എന്റെ അപ്പോ, മുള്ളി അകത്തെന്തോ വലിയ പരിപാടിയിലാണ് കേറി പോയത്. ഞാൻ മൂത്രം ചൊല്ലിക്കണേ. റോഡ് പണിയിലാണ്. വാസുദേവൻ കാര്യം പറയാനാ. ഹാപ്പി ന്യൂസാ. അണ്ണാ ഒരു കാര്യം പറയാനാ. പറ. ഈന്തപ്പഴത്തിന്റെ കുരു കഴിച്ചാലേ അണ്ടിമുളയ്ക്ക് ഒരാള് പറഞ്ഞു. ബുദ്ധിയില്ലാത്ത കൊറേ എണ്ണം. മുള്ളിയെല്ലാം ഓക്കെ വിട്, പോട്ടെ